മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. സൈക്ലോട്രോൺ ഉപയോഗിക്കുന്നത് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആയിട്ടാണ്. അതായത് പ്രോട്ടോൺ, ആൽഫ പാർട്ടിക്കിൾ പോലത്തെ ചാർജ്ഡ് പാർട്ടിക്കിളിനെ വലിയ വെലോസിറ്റിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കുക. അതാണ് സൈക്ലോട്രോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി ഈ സൈക്ലോട്രോൺ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. സൈക്ലോട്രോൺ ഉണ്ടാവുന്നതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷനായിരുന്നു, ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ടൈം പീരീഡ് 2πm/qb. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൽ റേഡിയസും ഇല്ല, വെലോസിറ്റിയും ഇല്ല. ടൈം പീരീഡ് റേഡിയസിനെയും വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഫ്രീക്വൻസി വിൽ ബി qb/2πm. ആംഗുലാർ വെലോസിറ്റി 2πf ആണ്. അപ്പോൾ ഇതിന് 2π കൊണ്ട് ഗുണിക്കുമ്പോൾ qb/m. അപ്പോൾ ഈ ടേമുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, റേഡിയസിനെയും വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം നോട്ട് എഴുതിയെടുക്കേണ്ടത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സൈക്ലോട്രോൺ: ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി all are independent of radius and velocity. അടുത്തത് ഒരു ഫിഗർ വരയ്ക്കണം. ആ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യണം. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു ഫിഗർ വരയ്ക്കണം, ആ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം ഞാൻ ഫിഗർ വരയ്ക്കാം. ഇത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. സൈഡ് വ്യൂവിൽ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ, ഒരു നോർത്ത് ഓഫ് എ മാഗ്നറ്റ്, സൗത്ത് ഓഫ് എ മാഗ്നറ്റ്. ഓക്കെ, അപ്പം നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും, കാന്തത്തിൻ്റെ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിൽ ഒരു ഡി പോലത്തെ സ്ട്രക്ചർ, മെറ്റാലിക് ഡീസ് എന്നാണ് വിളിക്കുക. ഡീസ് നിന്നെ കണ്ടില്ലേ, ഡി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഡീസ് എന്നാണ് എന്നെ വിളിക്കുക. ഡീസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ ഈ ചിരവയുടെ ഒരു മൂടിയില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പ്. ഉള്ളിൽ പോസിബിൾ ടു മൂവ്, പുറത്ത് മെറ്റാലിക് കേജ് പോലെ. ഓക്കെ, വെറുതെ ഒരു മണ്ടത്തിന് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവരെ ഒരു ഹൈ ഫ്രീക്വൻസി AC കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇങ്ങനെ വേണം വരയ്ക്കാൻ. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അത് ആ ഡി കൂടെ കടന്നു പോകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോട്ടിൽ എഴുതുക? ചിത്രം വരച്ചതിന് ശേഷം കൺസ്ട്രക്ഷൻ എഴുതുക. It consists of north and south poles of a magnet. In the space between the north and south pole, there are two D-like structures known as Ds. The Ds are connected by a high frequency AC. Okay, ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് നമുക്ക് ടോപ്പ് വ്യൂ പറയാം. ഇതിനെ മേലെ നിന്ന് നോക്കും പോലെ പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ രണ്ട് ഡി പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. റെഡി? ആൻഡ് ആ ഡീസിൻ്റെ ഇടയിൽ കണ്ടില്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കുത്തനെയാണ് പോകുന്നത്, റൈറ്റ്? അപ്പോൾ ആ ഡീസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദ സ്പേസ് ഓഫ് ദ ഡീസ്, ഇവിടെയാണ് ആൽഫ പാർട്ടിക്കിൾ സോഴ്സ് ഉള്ളത്.
they are connected by a high frequency AC. Okay. ഇനി ആ എ സിയുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എ സിയുടെ ടൈം പീരീഡ് ഓഫ് എ സിയും എന്ത് തന്നെയായിരിക്കും 2πm/QB ആയിരിക്കും. ഓർ ഫ്രീക്വൻസി ഓഫ് എ സിയും QB/2πm ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഉദ്ദേശിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇതിലൂടെ കടത്തിവിട്ട് കറക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന ടൈമും എ സിൻ്റെ സ്വഭാവം നമുക്കറിയാലോ. എ സിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? എ സി എങ്ങനെയാണ് ഉണ്ടാവുക? എ സി ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇതാണ് ഒരു പീരീഡ് ഓഫ് എ സി. അപ്പോൾ എ സിയുടെ ഒരു പീരീഡും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിനുള്ളിൽ കറങ്ങുമ്പോൾ എടുക്കുന്ന ഒരു ഫുൾ കറക്കത്തിൻ്റെ പീരീഡും സെയിം ആയിരിക്കും. അതാണ് സംഭവം. ഓക്കെ. അല്ലെങ്കിൽ കറക്കത്തിൻ്റെ ഫ്രീക്വൻസിയും എ സിയുടെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ഓക്കെ. അപ്പം കൺസ്ട്രക്ഷൻ എങ്ങനെയല്ല, തിയറി എങ്ങനെ എഴുതുക? The Ds are connected with a high frequency AC. The frequency of AC is equal to the frequency of revolution of the charged particle inside the cyclotron. And this frequency is known as cyclotron frequency. Okay. Within the D, there is a perpendicular magnetic field. ഓക്കെ. അത്രയും എഴുതണം. ഇനി ചോട്ടിൽ എഴുതണം. എപ്പോഴും ഒരിക്കൽ ഈ ഡി ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആവും. ശരിയല്ലേ? കാര്യം എന്താ, എ സി ഇങ്ങനെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. എ സിൻ്റെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരിക്കൽ ഈ D2 നെഗറ്റീവും D1 പോസിറ്റീവും ആവും. അപ്പോൾ ഇവിടെയുള്ള ആൽഫ പാർട്ടിക്കിള് ഇതിലേക്ക് ആക്സലറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. കാര്യം എന്താ, നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജായ ആൽഫ പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ആ ആൽഫ പാർട്ടിക്കിള് ഈ D2ലേക്ക് പെർപെൻഡിക്കുലറായി കയറി വരുമ്പോൾ അതൊരു സർക്കുലർ ട്രാക്ക് കാണിക്കും. ശരി. എത്ര സമയം എടുക്കും? ഇത് സെമി സർക്കിളല്ലേ ആയുള്ളൂ, ഒരു പാതി സർക്കിളല്ലേ ആയുള്ളൂ. ആ പാതി സർക്കിളിന് എത്ര ടൈം എടുക്കും? 2πm/QB ഫുൾ സർക്കിളിന്. അപ്പോൾ പാതി സർക്കിളിന് πm/QB ആവും. നോക്കിക്കോളെ, ആ πm/QB സമയം കൊണ്ട് ഒരു പാതി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എ സിയുടെ പാതിയും കംപ്ലീറ്റ് ആവും. അപ്പോൾ എ സിയുടെ പാതിയും കംപ്ലീറ്റ് ആവും, ഇവിടുത്തെ സെമി സർക്കിളും കംപ്ലീറ്റ് ആവും. അപ്പോൾ എ സി എന്ത് ചെയ്യും? പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ഇപ്പോൾ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് സ്പീഡിലാണോ അത് കയറി വരുന്നത് അതേ സ്പീഡിലാണ് ഇറങ്ങി വരിക. പക്ഷേ എ സിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ ഡി നെഗറ്റീവ് ആകുമ്പോൾ ആ ആൽഫ പാർട്ടിക്കിളിനെ ഇവൻ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ച് ഇത് ആക്സലറേറ്റ് ചെയ്യപ്പെടും. ഇവിടെ വെച്ചാണ് സ്പീഡ് കൂടുക. ഇതിൻ്റെ ഇടയിൽ വെച്ച് മാത്രമേ സ്പീഡ് കൂടുകയുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് സ്പീഡ് കൂടും. അപ്പോൾ വലിയൊരു വെലോസിറ്റിയിൽ ഇവൻ കയറി വരും. മറ്റൊരു വലിയ വെലോസിറ്റിയിൽ ആര് കയറി വരും? ആൽഫ പാർട്ടിക്കിൾ കയറി വരും. നമ്മൾ എന്താ പഠിച്ചത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു QBR/m എന്നാണ് പഠിച്ചത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? റേഡിയസ് കൂടും. വെലോസിറ്റി കൂടുമ്പോൾ റേഡിയസ് കൂടും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഡിയിൽ ഇത് സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് മറ്റൊരു വലിയ റേഡിയസിലായിരിക്കും. കുഴപ്പമില്ല, ടൈം പീരീഡ് അപ്പോഴും മാറൂല. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ മാറി? വെലോസിറ്റിയും മാറി, റേഡിയസും മാറി. പക്ഷെ എന്ത് മാറൂല? ടൈം പീരീഡ് മാറൂല. ഇവൻ വീണ്ടും ഒരു സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് πm/QB സമയം കൊണ്ടായിരിക്കും. 2πm/QB ഫുൾ സർക്കിളിൻ്റെ സമയമാണ്. πm/QB സമയം. ആ πm/QB സമയം കൊണ്ട് എ സി വീണ്ടും പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ വീണ്ടും അത് നെഗറ്റീവോ ഇത് പോസിറ്റീവോ. അപ്പോൾ ഇവിടെ വെച്ച് വീണ്ടും വന്ന് അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. വെലോസിറ്റി കൂടും, റേഡിയസ് പിന്നെയും കൂടും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യവും ഒരു ഡിയിൽ നിന്ന് മറ്റൊരു ഡിയിലേക്ക് പോകുമ്പോഴെല്ലാം അവൻ്റെ വേഗത കൂടി 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 അവസാനം എപ്പോഴാണോ റേഡിയസ് ഓഫ് ദ ഡി ആകുന്നത് അപ്പോൾ അതൊരു വിൻഡോയിലൂടെ പുറത്തേക്ക് വരും.
എന്നിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടാർഗറ്റിനെ ഇടിപ്പിക്കുക, ഹൈ വെലോസിറ്റിയിൽ ഇടിപ്പിക്കുക, കൊളൈഡ് ചെയ്യിക്കുക, കൊളീഷൻ നടത്തുക, ഇതിനൊക്കെ യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഹൈ വെലോസിറ്റിയിൽ കൊളൈഡ് ചെയ്യുക, അതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പം എങ്ങനെ വർക്കിംഗ് എഴുതും? ആൽഫ പാർട്ടിക്കിൾ സോഴ്സ്, നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ആൽഫ പാർട്ടിക്കിൾ സോഴ്സ് അല്ലെങ്കിൽ ചാർജ് സോഴ്സ് ഈസ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ ടു ഡീസ്. At a point when D2 is negative and D1 is positive charge will be attracted towards D2. It will complete a semicircle inside D2 using a time pi m by qb. By that time, AC will reverse the polarity. Now, D1 is negative and D2 is positive. Again, the charged particle will be accelerated towards D1. So, the charged particle will be entering D1 with a higher velocity. Thus, the radius of the semicircular track also increases. In D1, it completes a semicircle of higher radius, but it takes the same time pi m by qb. By that time, polarity of AC again reverses. Now D2 is negative, D1 is positive. So again, charged particle is accelerated in the space between the two Ds. So whenever the charged particle crosses the space between the two Ds, all those time its speed keep on increases. Finally, when the radius become equal to the radius of the D, the charged particle come out with maximum kinetic energy. We can use this charged particle accelerated to hit any target. ഇത്രയാണ് വർക്കിംഗ് തിയറി. ഇനി നമ്മൾ ഇതിൻ്റെ അപ്കമിങ് പാർട്ട് ഓഫ് ഡെറിവേഷനും കൂടെ പറയാം. And the upcoming part of derivation. So, kinetic energy maximum will be equal to half mv maximum squared. That is equal to half m v max. V is what? QBR by m. So, QBR of the D, ready, whole square by, QBR of the D by m the whole squared. Okay, velocity is substituting. So that will be equal to half m q square b square radius of the D square divided by m square. E m vettan pattum. So it will be half q square b square radius of the D square divided by m. This is the maximum kinetic energy with which the charged particle will be coming out from the D. ഇത്രയേ ഉള്ളൂ സൈക്ലോട്രോൺ. ഓക്കെ, ഇനി ഈ സൈക്ലോട്രോണിൻ്റെ യൂസ് എന്താ നമ്മൾ പറഞ്ഞ്? ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുക. സൈക്ലോട്രോണിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ. അടുത്ത സൈഡ് ഹെഡിങ് അതാണ്, ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഒന്ന്, it can be used only to accelerate charged particle. Ready? Charged particle മാത്രമേ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട്, ഇലക്ട്രോൺ പോലത്തെ വളരെ മാസ് കുറഞ്ഞ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോണിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇലക്ട്രോൺ പോലത്തെ മാസ് കുറഞ്ഞ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോണിനെ കൊണ്ട് പറ്റില്ല. Charged particle like electron whose mass is very less cannot be accelerated using cyclotron. Why? എന്താണെന്ന് വെച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു തിയറി ഉണ്ട്. അദ്ദേഹം പറയാണ് മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല, മാസ് വെലോസിറ്റിക്ക് അനുസരിച്ച് മാറും. ബൈ ദി ഇക്വേഷൻ m equal to m0 divided by root of 1 minus v square by c square. അപ്പോൾ ഇലക്ട്രോൺ പോലത്തെ മാസ്, വളരെ ചെറിയ മാസിന്
വലിയ ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ വേഗത ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ആൽഫ പാർട്ടിക്കിളിനാണെങ്കിൽ അങ്ങനത്തെ പാർട്ടിക്കിളിനൊക്കെ മാസ് കൂടുതലായതുകൊണ്ട് അതിന് ആക്സലറേഷൻ കുറവായിരിക്കും. അപ്പോൾ അവൻ്റെ വേഗത വലിയ രീതിയിൽ കൂടില്ല. പക്ഷേ ഇലക്ട്രോണിനൊക്കെ അത് പെട്ടെന്ന് വലിയ ലൈറ്റിൻ്റെ കമ്പാരബിളായ വെലോസിറ്റീൻ്റെ അടുത്തേക്ക് അത് കൂടും. അങ്ങനെ കൂടിയാൽ മാസ് മാറും. മാസ് മാറിയാൽ ടൈം പീരീഡ് മാറും. ടൈം പീരീഡ് മാറാതിരിക്കുന്നത് കൊണ്ടാണ് സൈക്ലോട്രോണിന് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. So mass is not a constant. Mass is variable by the equation m0 divided by root of 1 minus v square by c square. Very low mass particle will accelerate to high velocity very quickly. So the mass will change. If mass changes, time period changes. This will violate the basic working principle of cyclotron. ഇനി തേർഡ് ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് റിക്വയർ എ വെരി ഹൈ ഫ്രീക്വൻസി എ സി വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൊഡ്യൂസ്. ഇതിന് വലിയ ഫ്രീക്വൻസിയിലൊരു എ സി വേണം. അതുണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇങ്ങനെ 3 ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോണും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ നന്നായി നോട്ട് എഴുതിയെടുത്തിട്ട് റെഡിയായിട്ട് നിൽക്കുക. താങ്ക് യു.